പോയതേ ഓർമ്മയുള്ളൂ, പിള്ളേരെ പിടിച്ചങ്ങ് കെട്ടിച്ചു കളഞ്ഞു. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മില്യൺ പോയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു ലവ് സ്റ്റോറി. ആ ലവ് സ്റ്റോറിയിലുള്ള കപ്പിളാണ് എൻ്റെ കൂടെയുള്ളത്. പരിചയപ്പെടുത്തി തരാം. വാ. കൊച്ചന്വേഷിച്ചു എന്ന് പറയാൻ ഇവിടെ അന്വേഷിച്ചല്ലേ? ഓ, അങ്ങനെയാണ് കഥ. അപ്പോൾ നമ്മുടെ ഹലോ സർ നമസ്കാരം, വീലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം, വീലേക്ക് സ്വാഗതം. നാട് വിട്ടാലോ ഒന്ന്, ചെറിയ നാട് വിട്ടാലോ എന്ന് പറഞ്ഞു. വീട്ടിൽ പോണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. ആ ഒരു നോട്ടം സൂം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വരുന്നുണ്ട്, ഞാനോടും വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി ഇത് അടിച്ചോണ്ട് വരണേ സീനാണെന്നുള്ള രീതിയിലാണ്. അവിടെ രജിസ്റ്റർ മാരേജ് ഒക്കെ പ്ലാൻ ചെയ്തു. നല്ല കുടുംബം. നിന്റെ അച്ഛനാണ് ശരിക്കും ഹീറോ. അപ്പനിരിക്കട്ടെ ഒരു കൂപ്പുകൈ അല്ലേ? സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം സംഭവിച്ചതാണ്. മുംബൈയിൽ പോയത് എന്തിനാ? മുംബൈയിൽ വെറുതെ അതാണോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം? ഓളിച്ചാടിക്കൊരു പറഞ്ഞു മാരേജ് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോഴാളും ആളെല്ലാത്തിനും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഡ്രസ്സ് കഴുകാനായാലും കുക്കിങ്ങിനായാലും അങ്ങനെ എല്ലാത്തിനും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഭയങ്കര സപ്പോർട്ടും ഭയങ്കര കെയറിങ് ആണ്. ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. നമസ്കാരം. കൈ കൊടുക്ക്. അത് വീണിട്ട് എല്ലിന് ചെറിയ പൊട്ടലാണ്. ആണോ? പേര്? അഷ്ന. ലിജോ. വൈറലാണല്ലോ, മില്യൺസ് ആണ് പോയത് ഓരോരോ റീല്. അത് വെറുതെ ഒന്നല്ല, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ 12 പാർട്ടോളം ഉണ്ട്. അറിഞ്ഞിരുന്നു അത് വല്ലതും ഇങ്ങനെയൊക്കെ? ഇല്ല, അത് അറിഞ്ഞിരുന്നില്ല. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അതെങ്ങനെ വന്ന് പെട്ടത്? അവര് വന്നു പെട്ടപ്പോ അറിയുന്ന ആളുകളായിരുന്നു, അത് അറിയാതെ വെറുതെ ഞങ്ങള് അവിടെ പോയി വന്നിട്ടേ അവിടെ വന്ന് ഇരിക്കായിരുന്നു. ഇതുപോലെ തന്നെ ഇരിക്കായിരുന്നു, കടലിൽ നോക്കി ഇരിക്കായിരുന്ന സമയത്ത് അവര് വന്ന് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തെടുത്തു. അപ്പൊ നടന്ന സംഭവമാണ്. പക്ഷെ അറിഞ്ഞിരുന്നില്ല. ഈ മൂന്നാർ ഒരു ട്രിപ്പ് പോയ കഥയല്ലേ തുടങ്ങിയത്? ശരിക്കും ആ മൂന്നാർ ട്രിപ്പാണോ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിച്ചേ? ആണല്ലേ? ലവ് സ്റ്റോറി അവിടെ നിന്നാണോ തുടങ്ങുന്നത്? അതൊക്കെ മുന്നേ. എത്ര വർഷമായി പ്രണയം തുടങ്ങിയിട്ട്? 2 വർഷം. ആ ലവ് സ്റ്റോറി ഒന്ന് പറയോ? ഒന്ന് കേൾക്കാനുള്ള നിന്റെ വായിന്ന് തന്നെ എനിക്കത് കേൾക്കണോ? അതായത് പറയാലേ? ഓ, തുടങ്ങിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അതായത് ഞാൻ എറണാകുളത്തേക്ക് വന്നിട്ട് ഇപ്പൊ 2-3 വർഷമല്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷത്തിന് മുൻപ് വന്നപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് വന്ന. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് HR ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കോൾ സെൻ്ററാണ്, നമ്മുടെ വോഡാഫോൺ ഐഡിയയില്ലേ. അപ്പോൾ നമ്മുടെ ഹലോ സർ നമസ്കാരം, വീലേക്ക് സ്വാഗതം, താങ്കളുടെ സഹായത്തിനായി ലിജോ. നമ്മൾ വോഡാഫോണൊക്കെ വിളിക്കില്ലേ, കസ്റ്റമർ സർവീസൊക്കെ വിളിക്കില്ലേ? അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യണത്, നമ്മുടെ ക്രൂവാണ് അറ്റൻഡ് ചെയ്യണത്. ഇവിടെ വീട്ടിലാണ്, കളമശ്ശേരിയുള്ള. അപ്പോൾ അങ്ങനെ വിളിച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങാം എന്നുള്ള രീതിയായി. മീൻസ് കുഴപ്പമില്ല, അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയി ആ മേഖലയിൽ. അപ്പോൾ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കോൾഡ് എൻട്രി. അതാണ് സംഭവം. ഞാൻ അറിഞ്ഞിരുന്നില്ല. അതായത് ഒരു ബാച്ചിൽ 20 പേരാണ്. അപ്പോൾ ഈ 20 പേര്, ഞങ്ങളുടെ ബാച്ച് 20 പേര്, അടുത്ത ബാച്ച് 20 പേര്, ഓരോ മാസം ഓരോ ബാച്ചിന് എടുക്കുന്നത്. അപ്പോൾ ഇവളുടെ ബാച്ചിൽ വന്നു. ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ ഇവളുടെ ബാച്ച് വന്നു 20 പേരെ. അതായത് 20 പേര് വന്നിട്ട് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് സെക്ഷനിൽ പഴയ ആളുകൾ ഇങ്ങനെ കോൾ എടുക്കുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് പുതിയ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിനൊരു ബഡ്ഡിങ് എന്ന് പറയാം ആ സിസ്റ്റത്തിന്. ആ ബഡ്ഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവളെ കണ്ടു. ഇവളെ കുഞ്ഞാട്ടാ. നോക്കിയാ ഇപ്പം നോക്കിയാ ഹൈറ്റ് നോക്കിയാ നമ്മ ഇരിക്കുമ്പോഴല്ലേ. അപ്പം അത്ര ചെറിയ കുഞ്ഞ്. ഞാനപ്പോൾ എണീറ്റ് നിൽക്കുമ്പോൾ ചെറിയൊരു സാധനം ഇങ്ങനെ നടന്നു പോകണം, മുടി മാത്രം ഇങ്ങനെ നടന്നു പോകണ പോലെ കാണാം. സത്യം ഒരു ഭയങ്കര ക്യൂട്ടാണ്. ഇതാരുടെ
ചെറിയ കൊച്ചു 12 വയസ്സായ ഓക്കെ ചെറിയ കൊച്ചാണല്ലോ എന്നുള്ള മൈൻഡ്. അപ്പോഴൊന്നും ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു പ്രേമത്തിൻ്റെ രീതിയിലേക്ക് നിന്നില്ല. ഫസ്റ്റ് ടൈം അല്ലേ, കാണാം, ഓക്കെ ഫൈൻ, ആ രീതിയിലേക്കൊക്കെ. അത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ശബരി എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ റൂംമേറ്റാണ്. അപ്പോൾ ഇവളുടെ ബാച്ചിലാണ് ശബരി. അവൻ എൻ്റെ റൂംമേറ്റായിട്ട് വന്നു. മീൻസ് അത് ഓരോരുത്തരും അങ്ങനെ സ്റ്റേ ചെയ്യിപ്പിക്കുന്ന രീതിയാണത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ ചിരിച്ചും കളിച്ചിങ്ങനെ സംസാരിക്കുന്നത്. ഹലോ അല്ല ഫ്ലോറിൽ 150 പേരുണ്ടെന്ന് പറഞ്ഞു. ഒരു ഷിഫ്റ്റിൽ 150 പേരുണ്ടാവും. അപ്പം എല്ലാവരുടെ അടുത്തും ഇങ്ങനെ കളിച്ചിരിക്കുന്ന സമയത്ത് ശബരി അവനും ഒരു ലൈക്ക് ഇൻട്രോവേർട്ട് ഒരു പ്രകൃതമാണ്. അവനറിയാം, അവൻ സംസാരിച്ചിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ ഇവളുടെ അടുത്ത് കമ്പനിയാണ്, ഫ്രണ്ട്സാണ്, ഒരുമിച്ച് ബാച്ചിലാണ്. അപ്പോൾ ഓളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ റൂമിൽ ഒരാളുണ്ട്, മീൻസ് നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു. ശരി അന്വേഷണം പറയട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ശരി അന്വേഷണം പറയട്ടാന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, കയ്യെന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഒരു കൊച്ചു അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് കഥ. എന്നിട്ട് ശരി എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിടാ തിരിച്ചന്വേഷണം പറയുന്നു പറഞ്ഞു. ആരാന്ന് ഓക്കെ, എല്ലാവരും ഫ്രണ്ട്സാണ്. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലോറിലെത്തിയപ്പോൾ കോൾ എടുത്തോണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ യാദൃശ്യം കോൾ എടുത്തോണ്ടിരിക്കുക. ഷിഫ്റ്റ് കഴിയും, അടുത്ത ഷിഫ്റ്റ് തുടങ്ങും. മീൻസ് ഒരു 12 1 മണി കഴിഞ്ഞാൽ അടുത്ത 1 മണിയുടെ ഷിഫ്റ്റ് വേറെ തുടങ്ങും, വേറെ ആൾക്കാരുടെ. ഞാൻ എടുത്തോണ്ടിരിക്കുക. ലാസ്റ്റ് കോളാൻ്റെ, ഹലോ സർ നമസ്കാരം, ഇതിലേക്ക് സ്വാഗതം, താങ്കളുടെ സഹായത്തിന് ലിജോ. ഞാൻ പറഞ്ഞുട്ടാ. അത് കഴിഞ്ഞ് കുറച്ച് കോളൊക്കെ കഴിഞ്ഞ് കസ്റ്റമേഴ്സ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹലോ നമസ്കാരം, ഇതിലേക്ക് സ്വാഗതം, താങ്കളുടെ സഹായത്തിന് ആഷ്ന. ഞാൻ എന്നിട്ട് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് കാണാൻ പറ്റില്ല, ഫേസ് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല, ഒരു മറയൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ ചെടുങ്ങ്, അന്ന് കണ്ട ചെടുങ്ങ്. അപ്പോഴാണ് അടുത്തൊരു സംസാരം അതിട്ട് കേൾക്കണത്. അപ്പോഴാണ് ശബരി പറഞ്ഞത് ആ ചെടുങ്ങ് അന്വേഷിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പം സംസാരിച്ചില്ല, ഹായ് ഹലോ ലിജോ എന്താണ് വരിക, അങ്ങനെ വീട്ടിലാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ നോർമലായിട്ട് സംസാരിക്കല്ലോ. അതല്ല ടിസ്റ്റ്, വേറെ സീനുണ്ട്. ഇവിടെ താമസം എൻ്റെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാ. അതറിയില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടും ദൈവം കണക്ഷൻ ആക്കി വിട്ടതാണ്. അതെ, അതായത് അതെ എന്തോ ഒരു എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. അതെ, യാദൃശ്ചികമാണ്, അല്ല യാദൃശ്ചികമാണ്. ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലത്തെ ഹോസ്റ്റലിലാണ് ഇവിടെ താമസിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ ട്രാവലറിൽ രാത്രി കയറി കഴിഞ്ഞാൽ റൂമിൻ്റെ അവിടെ വന്നിറങ്ങും. അപ്പോൾ ട്രാവലർ ഒരുമിച്ചാണ്, ലൈക്ക് ഇറങ്ങുന്ന ഒരുമിച്ചാണ്, കയറുന്ന ഒരുമിച്ചാണ്, വർക്ക് ചെയ്യുന്ന ഒരുമിച്ചാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണല്ലോ വർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് നടന്നു വരുന്നതും ഒരുമിച്ചാണ്. അത് ഒരു ആ ടൈമിൽ കറക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ മീൻസ് കാണും, സംസാരിക്കും നോർമലായിട്ട്. പിന്നെ ഒരു ദിവസം സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ ഒരുമിച്ച് പോയി, ഞാൻ ശബരി അനഘ ഇവിടെ. അപ്പോൾ എല്ലാവരും ഇവളുടെ ബാച്ചിലാണ് ശബരി അനഘയും. ഞാൻ പുറത്തുനിന്ന് കമ്പനിയല്ല, ഓട്ടോമാറ്റിക് കമ്പനി, സംസാരിക്കും, നല്ല കമ്പനി. അപ്പോൾ ഒക്കെ പടത്തിന് പോയി. അങ്ങനെ ഉണ്ട്. പിന്നെ യാദൃശ്യമായിട്ട് ഇങ്ങനെ അടുത്തു. യെസ് കം. അതുപോലെ അങ്ങനെയായി. പിന്നെ മൂന്നാർ പോയത് ഇങ്ങനെ ഇത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വീട്ടിലും അറിയാനായിട്ട് ഒരു ഇടയായി. വീട്ടിലറിയാനായിട്ടേ ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഫോട്ടോജി കാണാൻ വന്നപ്പോൾ തിരിച്ചു പോകാനായിട്ട് ഇത്തിരി ലേറ്റായി. അപ്പോൾ ഇവൾക്ക് ഭയങ്കര പേടി. അതായത് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിൽ ലേറ്റ് ആയല്ലോ, ഓൾറെഡി ലേറ്റ് ആയി സാധാരണ നോർമലായിട്ട്. അപ്പോൾ ഇവിടെ ചേട്ടൻ വിളിച്ചോണ്ടിരിക്കുക. ഒരു തവണ വിളിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ചേട്ടൻ വിളിക്കുന്നു, എനിക്ക് പേടിയാണ്. ചേട്ടൻ ഭയങ്കര പേടിയാടാ, ഭയങ്കര റെസ്പെക്റ്റുള്ള മനുഷ്യനാണ് ആള്. ഭയങ്കര പേടിയാണ്. അപ്പം നീ എടുത്ത് സംസാരിക്കും, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. കറക്റ്റ് കാര്യം പറയണ്ട, അല്ല ഇങ്ങനെ കറക്റ്റ് കാര്യം പറയണ്ട, ചെറുതായിട്ട് കള്ളം പറഞ്ഞു. അതായത് ഇപ്പൊ വരും എന്നുള്ള രീതിയിലേ അല്ല, നമ്മൾ കാണാമെന്നല്ലേ. അപ്പോൾ അതിന് കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത് ഫോൺ വിളിച്ചു. അപ്പോൾ പേടിയാണ്, ഭയങ്കര പെട്ടെന്ന് വീഡിയോ വിളിക്കും. അതിന് മൂന്നാമത് വിളിച്ചപ്പോൾ ശരിയടാ നീ അപ്പം തന്നെ വിളിക്കണടാ, അപ്പം തന്നെ വിളിച്ചോണ്ടിരിക്കണ എടാ കുഴപ്പമില്ല നീ വിട്ടോന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ബസ് കയറ്റി വിട്ടു. ഇവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ തിരിച്ചു വിളിച്ചേക്കന്നെ, എന്നെ വിളിച്ചേക്കുന്ന. എടാ ഞാൻ വീട്ടിൽ പോണില്ലടാ, എനിക്ക് ഈ സീനാണ്, ചേട്ടൻ പ്രശ്നമാകും, എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എത്ര നേരം ലേറ്റ് ആയിരുന്നു? ഒരു അരമണിക്കൂർ. അല്ല അതല്ലടാ, സന്ധ്യ എത്ര നേരം? സന്ധ്യ ഒരു 5 മണി. 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാണല്ലേ? സാരല്ല പോട്ടെ. അതായത് അത് ഭയങ്കര
ഇച്ചിരി ഫാമിലി നല്ല family, ആ. അപ്പോൾ അവൻ തിരിച്ചു വിളിച്ചേക്കാം അതെ ഞാൻ വീട്ടിൽ പോണില്ല, ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞാൽ എന്താ അങ്ങനെ, അത് വേണ്ട, നീ വീട്ടിൽ ഇപ്പോൾ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. അത് വേണ്ട, പോണില്ല, ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വണ്ടിക്ക്, അതായത് അവിടെ എവിടെ ഇറങ്ങിയത്, തോപ്പുംപടി ഇറങ്ങി. ഫോട്ടോ വെച്ചിന്ന് കുമ്പളങ്ങി ബസ് കയറിയില്ല, കുമ്പളങ്ങി ബസ് കയറിയിട്ട് തോപ്പുപടി ഇറങ്ങി. തോപ്പുപടി ഇറങ്ങിയിട്ട് ഇട്ടാൻ വന്നതിൻ്റെ അടുത്ത് ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടെ പോയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. അപ്പം ഞാൻ നിന്ന് സ്റ്റേ എടുത്ത് നിന്ന്, സ്റ്റേ അല്ല, ഞാൻ അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് നിന്നു. അവിടെ വന്നു തിരിച്ചു വന്നിട്ട് തിരിച്ച് ഞാൻ ആലോചിക്കുകയാണ്, ഫോൺ ഓഫായി, ഇവിടെ ഫോൺ ഓഫായി. അപ്പോൾ ഫോൺ വിളി ഒന്നുമില്ല. അപ്പോൾ ടെൻഷൻ കുറഞ്ഞു, എൻ്റെ അടുത്തെത്തി തിരിച്ച് അടുത്ത് ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, നിനക്ക് ഇവിടെ നടക്കുമോ? നടക്കൂലേ? അടുത്ത് നടക്കുമെന്നറിയില്ല. നാട് വിട്ടാലോ ഒന്ന്, ചെറിയ കാര്യം നാട് വിട്ടാലോ എന്ന് പറഞ്ഞു. വീട്ടിൽ പോണ്ടെന്ന് പറഞ്ഞോള്. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. ആ ഒരു നോട്ടം സൂം ചെയ്തിട്ടുണ്ടല്ലോ. തമിഴ്നാട് പോയി ഞങ്ങള് വിട്ടു, ട്രെയിൻ തമിഴ്നാട് പോയി. എന്നിട്ട് തമിഴ്നാട് പോയിട്ട് വേളാങ്കണ്ണി പള്ളിക്ക് പ്രാർത്ഥിക്കാൻ. ഫോർട്ട് കൊച്ചി പോയി ലേറ്റ് ആയ 6 മണി ആയതിന് വേളാങ്കണ്ണിയിൽ പ്രാർത്ഥിക്കാൻ പോയി. എൻ്റെ എറണാകുളത്ത് നിന്ന് ഒരു വണ്ടി ഉണ്ട്, കാരക്കൽ എക്സ്പ്രസ്. ആ വണ്ടിയിൽ കയറിയിരുന്നു. ടിക്കറ്റ് എടുത്തില്ല, അന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കും. മുംബൈക്ക് പോയി എടുത്തില്ലടാ, മുംബൈക്ക്. അത് കഴിഞ്ഞിട്ടാണോ പോയെ? അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് ടിക്കറ്റ് എടുക്കാണ്ട് അവിടെ എത്തിച്ചേ. അവിടെ എത്തിയപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു, അവിടെ അപ്പൻ്റെ വീട് എവിടെയാ, തമിഴ്നാടാണ്. അപ്പൊ അപ്പൻ്റെ അടുത്ത് ഇങ്ങനെ വരും പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ. അപ്പച്ചൻ തമിഴ്നാടും അമ്മ കേരള, തൃശ്ശൂരാണ്. അനിയനുണ്ട്. പറഞ്ഞില്ലല്ലേ? ആ ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനും ഇവിടും വരുന്നുണ്ട്. അപ്പോഴാണ് അപ്പൻ അറിയണത് സംഭവം, അപ്പനാണ് അറിയണത്. ആർക്കും അറിയണ്ടായിരുന്നില്ല. ശരി എന്ന് പറഞ്ഞു. ആളുടെ വിചാരം ഞാനിവിടെ അടിച്ചുകൊണ്ട് വരുന്നതാ, വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന. അതായത് തമിഴ്നാട് പോകുമ്പോ വീട്ടിൽ ചെറിയൊരു കള്ളം പറഞ്ഞു. അതായത് അനഘ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറില്ലേ, ഇവളുടെ ബാച്ചിലുള്ള ഒരു കുട്ടി. അപ്പൊ ആ കൊച്ചിനെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാണ് ചാടിയത്. അപ്പൊ റൂമുണ്ട് ഇവിടെ, മീൻസ് ഇവിടെ സ്റ്റേ ഉണ്ട്. അപ്പൊ ഇവളവിടെ സ്റ്റേ ചെയ്യുന്നോളാം. അങ്ങനെ എന്തോ വിളിച്ചു പറഞ്ഞില്ലേ, ഫോണാക്കളെ മുന്നേ. അങ്ങനെ എന്തോ സീനിൽ വിളിച്ചു പറഞ്ഞു, വീട്ടിലറിയിച്ചുണ്ട്. അങ്ങനെയാണ് തമിഴ്നാട് പോണേ. അപ്പൊ അപ്പനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വരുന്നുണ്ട്, ഞാനിവിടെ വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കിയത് അടിച്ചോണ്ട് വരണേ സീനാണെന്നുള്ള രീതിയിലാണ്. ആളവിടെ രജിസ്റ്റർ മാരേജ് ഒക്കെ പ്ലാൻ ചെയ്തു. നല്ല കുടുംബം. അതെ. എന്നിട്ട് തമിഴ്നാട് എത്തുന്നേക്കാളും മുമ്പ് സപ്പോർട്ടീവാണ്. അപ്പൻ ഓക്കെയാണ്, അപ്പനമ്മയൊക്കെ ഓക്കെയാണ്. അതിൻ്റെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകൾ ഒരു മണിക്കൂർ മുന്നേ ട്രെയിനിലേക്ക് കുറേ ടീമുകൾ കയറി. മീൻസ് നമ്മുടെ കസിൻസൊക്കെ കയറി. ഞങ്ങളുണ്ട് സംസാരിച്ച് പേടിക്കുന്ന ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊന്നും ടെൻഷൻ അടിക്കുന്ന ഒക്കെ ഞങ്ങളുണ്ട്, ഒക്കെ റെഡിയാണ്. താലിമാല അതിൻ്റെ പരിപാടികൾ, രജിസ്ട്രേഷൻ ഇതൊക്കെ എൻ്റെ അമ്മ. അപ്പം ഞങ്ങളിങ്ങനെ മുഖത്തോട് വന്നോക്കി, എന്ത് സ്റ്റേഷനൊക്കെ ഞങ്ങൾ വെറുതെ വന്നതാണ്, വേളാങ്കണ്ണിലേക്ക് വന്നതാണ് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത്. പക്ഷെ നിങ്ങളെന്തായാലും തടഞ്ഞില്ല അല്ലേ? കല്യാണം കഴിക്കാൻ താലിമാലയൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ശരിക്കും പറഞ്ഞ കല്യാണത്തിന് പോയതല്ലല്ലോ. അത് പറഞ്ഞ് മനസ്സിലാക്കിയവരെ. പറഞ്ഞു മനസ്സിലാക്കിയ. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാണ് അപ്പൻ്റെ അടുത്ത്. അപ്പന് ഇതായിരുന്നു, ആളെ തെറ്റിദ്ധരിച്ചു. അപ്പൊ ബന്ധുക്കാരൊക്കെ വിളിച്ച് ഇതേ മോൻ വരുന്നുണ്ട്, മോളിയും കുട്ടീനെ വരണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് റെഡിയാക്കി. ബന്ധുക്കാരൊക്കെ കയറി ട്രെയിനിൽ കയറി പോകില്ല സംസാരിക്കാണ്. നിന്റെ അച്ഛനാണ് ശരിക്കും ഹീറോ. പല ആൾക്കാരുടെ ഇതുപോലെ കല്യാണം മുടങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ പല അപ്പന്മാരും ഇതുപോലെ തടയാറുണ്ട്. പക്ഷെ നിന്റെ അപ്പൻ അങ്ങനെയല്ല. അപ്പനിരിക്കട്ടെ ഒരു കൂപ്പ് കൈ അല്ലേ? അതുകൊണ്ട് ഞങ്ങള് അപ്പൻ്റെ ഒരു ഫ്രണ്ടിന്റെ അവിടെ, കസിനാണ്, അവിടെ ഞങ്ങള് ചെന്നു, സ്റ്റേ എടുത്തു. 2 ദിവസം എടുത്ു. ഒരു ദിവസം വേളാങ്കണ്ണി പോയി തിരിച്ചു വന്നു. അവിടെ വന്നപ്പോ ഇവിടെ കോലൊക്കെ മാറ്റി. അവിടുത്തെ ആളെ പോലേക്ക് തമിഴ്നാട്ടിലെ ആളെ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണോ ലൈക് ഡ്രസ്സൊക്കെ ചെയ്യാ, അവിടുത്തെ ഡ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പൊ അവിടുത്തെ ഡ്രസ്സ് കൊടുത്ത് അതൊക്കെ ആക്കി 2 ദിവസം വേണ്ടി തിരിച്ച്. അല്ല, ഇതിന്റെ ഇടയില് സോറി കേട്ടോ പറയാൻ മറന്നാണ്, രാത്രി ഇവിടെ ഫോൺ ഓഫായി പോയല്ലോ. അപ്പൊ ഇവിടെ വീട്ടിൽ നിന്ന്
അന്വേഷണം ഊർജിതമാക്കി. അത് ചോദിക്കാൻ മറന്നുപോയി. അതിന്റെ ബാക്കി എന്തായി? അന്വേഷണം അനഘയാണ് പിന്നത്തെ ഓപ്ഷൻ. ഇത് അനഘയുടെ ബർത്ത്ഡേക്കാണ് പോണത്. തൊട്ട് മുൻപ് വീട്ടുകാർക്ക് കമ്മീഷണറൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ ഒരു പരാതിക്ക് റിട്ടേൺ കംപ്ലൈന്റ് ഒക്കെ എഴുതി റെഡിയാക്കി. വീട്ടുകാരുടെ ഒരു രീതിയിൽ അവര് ഒക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ റെഡിയാക്കിട്ട് വിളിച്ചോണ്ടിരിക്കാണ്, ഇവിടെ അന്വേഷിക്കാണ്. അപ്പൊ അനഘാനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു ഇവള് കുളിക്കാന്ന് പറഞ്ഞു. ഓ സീൻ കുളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിളിച്ചു, പിന്നെയും കുളിക്കാന്ന് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് തോന്നിയിരിക്കാം. പിന്നെ തോന്നൂല, അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുവാന്ന് പറഞ്ഞപ്പോ അതെന്റെ മൂന്നാമത്തോട് വിളിച്ചു. ഒന്നര വിളിച്ചു അവള് കുളിക്കാന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ അവളെന്തിരി ചെയ്യണ്ടേ? പക്ഷേ അവള് നല്ല ഇത് കാണണമെങ്കിൽ സീനാക്കൂലേ? സോറി, എല്ലാം ഒരു കയ്യബദ്ധം മാത്രം. പക്ഷെ നീ ഗ്രേറ്റ് ആണ് അവള്. കാരണം മീൻസ് അവളെ അവസാനം ചേട്ടൻ എന്തോ ഡയലോഗ് അടിച്ചു. ഏത് പ്രശ്നമാണ്, മാൻ മിസ്സിംഗ് ആണ്, നീ കുടുങ്ങും, നിന്റെ പേര് പറഞ്ഞിട്ടാണ് അവള് പോയത്, നീ സപ്പോർട്ട് സംസാരിച്ചിട്ടുണ്ട്, സീന അങ്ങനെയൊക്കെ സീനാക്കി. അപ്പോൾ അവളുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നു. അവൾക്ക് മനസ്സിലായി ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വീട്ടുകാർ എത്രത്തോളം പേടിക്കും എന്നുള്ള രീതിയിൽ അവളുള്ള കാര്യം പറഞ്ഞു, മാന്യമായി പറഞ്ഞു. ലിജോന്റെ കൂടെ ആണ് അവള് നല്ല രീതിയിൽ മീൻസ് അവിടെ പോയി ഇത് പറഞ്ഞിട്ടുണ്ടായ തമിഴ്നാട്ടിലേക്ക്. ട്രെയിൻ കയറി പോയിന്ന്. പിന്നെ എൻ്റെ നമ്പർ കൊടുത്തു. രാത്രി എൻ്റെ ഫോൺ ഓഫായിരുന്നു തോന്നുന്നില്ല. രാത്രി എൻ്റെ ഫോൺ ഓഫായിരുന്നു. ശരി ഓക്കെ, വീട്ടുകാർ അറിഞ്ഞു. അപ്പച്ചൻ വെള്ളപ്പൻ അടിപൊളി മനുഷ്യനാടാ. കാലത്തന്നെ ഫോൺ ഓണായി. ഒരു 7 മണിയായപ്പോ ഫോൺ വന്നു. ട്രെയിനിൽ എടുക്കാം, ഞാൻ ബോഗിലെടുക്കാം, ഇവിടെ താഴെ. അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് സംസാരിച്ചു. ലിജോ എന്തൊക്കെയുണ്ട്, എവിടെയാണ്? അങ്ങനെ നോർമലായിട്ട് നമ്മളെ ഗഡിയിലെടുത്ത് സംസാരിക്കില്ലേ, നോർമലായിട്ട്. അപ്പം എനിക്ക് ആളുടെ അടുത്ത് നോണ പറയാനൊന്നുമില്ല. ഞാൻ കറക്റ്റായിട്ട് ഉള്ള കാര്യം പറഞ്ഞു. ഇന്നലെ ഇങ്ങനെ ഉണ്ടായിരുന്നു സംഭവം. ഞങ്ങൾ ഇന്നലെ രാത്രി ട്രെയിൻ കയറി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് പോയത്. കറക്റ്റ് കാര്യം പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട നല്ല രീതിയിൽ. എൻ്റെ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു, അമ്മയുടെ അടുത്തൊക്കെ എല്ലാവരും സംസാരിച്ചു, ഇവിടെ സംസാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വന്നു. റിട്ടേൺ വന്നിട്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ അവളെ, ഇവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ അമ്മേനെയും വിളിച്ച് അപ്പനെയും വിളിച്ച്, അപ്പനും വന്നു. അപ്പനെ വിളിച്ച് ഒരു കാർ എടുത്ത് നേരെ അവളുടെ വീട്ടിൽ പോയി. ഇവളുടെ വീട്ടിൽ പോയിട്ട് നേരെ സംസാരിച്ചു, ഇവളെ വീട്ടിലാക്കി. ഒരു ഉത്തരവാദിത്ത ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട്. അതൊരു നല്ലൊരു മൂവല്ലേ, അതൊരു അങ്ങനെ പോയി സംസാരിച്ചു. അപ്പോൾ ഒരു ഓക്കെ ഫൈൻ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിൽ ഇവളുടെ ഇഷ്ടത്തിന് അങ്ങനെ എതിരൊന്നുമില്ല. അവര് ഹാപ്പിയാക്കി. ചായ കുടിച്ച് സംസാരിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ബന്ധുക്കളായിട്ട് ഇരിക്കാം. മീൻസ് അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കാന്നുള്ള രീതിയിലേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞു? 4-5 മാസം കഴിഞ്ഞു. 4-5 മാസം കഴിഞ്ഞിട്ടാണ് മുംബൈ ട്രിപ്പ് അല്ലേ? സോറി, മൂന്നാർക്ക് പോയത്. ഈ മൂന്നാർക്ക് പോയപ്പോഴാണ് തിരിച്ചു വന്നിട്ടാണ് ഞങ്ങൾ മുംബൈ പോയത്. മൂന്നാർ പോയി 4 പേര് മൂന്നാർ പോയി. ട്രിപ്പ് പോയതാണ്. ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് ഇവിടെ പിക്ക് ചെയ്ത് നേരെ മൂന്നാർ പോയി. വൈകിട്ട് വീട്ടില് എല്ലാം പറഞ്ഞു. പിന്നെ എപ്പോഴാ ഒരു പ്രശ്നമായി പിന്നെ കല്യാണം കഴിപ്പിച്ചത് എങ്ങനെയാ? ഇപ്പൊ ഞങ്ങള് മുംബൈയിൽ പോയിരുന്നു. മൂന്നാർ വന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങള് മുംബൈ പോയി. മൂന്നാർ വന്ന് നിങ്ങൾ പിറ്റേ ദിവസം മുംബൈക്ക് പോയാ? ഞങ്ങൾ വീട്ടിൽ പോയി. അതായത് സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം സംഭവിച്ചതാണ്. മുംബൈയിൽ പോയത് എന്തിനാ? മുംബൈയിൽ വെറുതെ കറങ്ങാൻ. അതാണോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം? ഈ സാധനം അവള് പറയും കറക്റ്റ്. മൂന്നാർ പോയി ഞങ്ങൾ 4 പേരും കൂടി. അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ വന്നപ്പോ ലേറ്റ് ആയി. അപ്പൊ നേരെ വൈകൊണ്ട് എനിക്ക് പിന്നെയും പേടിയായി വീട്ടിൽ കയറി. അപ്പൊ ഞങ്ങൾ അന്ന് രാത്രിയും പോയില്ല വീട്ടില്. അപ്പൊ ഞങ്ങൾ എന്ത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മുംബൈയില്, സാൻഡ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് മുംബൈയിലേക്ക് ട്രെയിൻ കയറി.
മതി. വൈറലാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ വൈറലാവളോ? ഇനി നീ പറഞ്ഞു. അതിന് ഞങ്ങൾ ട്രെയിൻ കയറി പോയി. ട്രെയിൻ ടിക്കറ്റ് ഒന്നും എടുത്തില്ല, ടിക്കറ്റ് പിടിച്ചു. അങ്ങനെയൊക്കെയോ വളഞ്ഞ റെഡി രക്ഷപ്പെട്ടു. അതിൻ്റെ ഒരാഴ്ച ഞങ്ങളവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന മറൈൻ ഡ്രൈവിൽ ഇരിക്കുക, ഇതുപോലെ ഇങ്ങനെ ഇരിക്കുക കാറ്റുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു അച്ഛൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. നമ്മൾ മുംബൈ പോയി സേഫായിട്ട് തിരിച്ചു വന്നു, വേറെ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് രണ്ടുപേരും മൈക്ക് പിടിച്ചിട്ട് ഹലോ മാരേജ് ഓർ ലിവിങ് ടുഗദർ കിട്ടി മോനെ, അടിച്ചു മോനെ. അപ്പൊ അവര് പോണ മുമ്പ് ഞാൻ കണ്ടായിരുന്നു, ജസ്റ്റ് വേറെ ടീമോട് എടുത്ത് സംസാരം കണ്ടുള്ളൂ. സംസാരം കണ്ടു ഞങ്ങള്. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ഹായ് കൊടുത്തു, ചെറിയൊരു ഹായ് ബൈ മോഡ് വെക്കി ജസ്റ്റ് മിംഗിളായി. അപ്പൊ അടുത്ത് നമ്മളവിടെ ഉണ്ടല്ലോ, അടുത്ത് വരുമല്ലോ. അപ്പൊ ശരി ഇതിന്റെ ടോപ്പിക്കൊക്കെ അതിൽ സംസാരിച്ചു ഞങ്ങള്. അതുകൊണ്ട് അവരുടെ ഡയലോഗ് വന്നു, ചോദ്യങ്ങള്. വേറെ എന്തോ ആദ്യം ചോദിച്ചല്ലേ, എന്തോ ഇതിനെ കുറിച്ച് ചോദിച്ചാ ലവ്, പിന്നെ നമ്മുടെ നിയമം, പിന്നെ നമ്മുടെ കുറെ കാര്യം പൊളിറ്റിക്സ് അത് ചോദിച്ചു. അപ്പൊ അതൊന്നും അറിയുന്നില്ല ആയിരുന്നു. അപ്പൊ ഇതിനോട് സംസാരിച്ചപ്പോ ഓളിച്ചാടിക്കര് പറഞ്ഞു മാരേജ് ഒരു ലിവിങ് ടുഗദർ. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടാ. പക്ഷെ ആൾക്ക് ലിവിങ് ടുഗദറിന്റെ അർത്ഥം അറിയില്ല, ആക്ച്വലി അറിയില്ല എന്താണ് ലിങ്ക് ടുഗദർ എന്ന് അറിയില്ല. സംഭവം അത് ലിവിങ് ടുഗദർ ആണ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നമുക്കൊരു വീഡിയോ എടുക്കാം. അപ്പൊ ജസ്റ്റ് നമ്മുടെ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടാകുമ്പോ പക്ഷെ സാധനം നന്നായിട്ട് വൈറലായി. കേരളത്തിൽ ഒരു 60 ലക്ഷം പേര് അത് കണ്ടു. അത് യൂട്യൂബിൽ വന്നു. അവരുടെ തന്നെ കിണ്ടി മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിലും വന്നു. അത് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു നമ്മുടെ റിക്കാണ്, അതാണ് ബാക്കിയുള്ളവരുടെയൊക്കെ ചെയ്ത്. അങ്ങനെ വൈറലായി സംഭവം വൈറലായിട്ട്. അപ്പൊ ഞങ്ങള് സമയത്ത് എറണാകുളത്തുണ്ട്. എറണാകുളത്ത് നമ്മുടെ എക്സിബിഷൻ ഇല്ലേ, നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഒരു എക്സിബിഷൻ നടന്നുണ്ട്. അപ്പൊ ഞങ്ങള് സ്റ്റാളിലുണ്ട്. അതായത് സ്റ്റാളില് പൈസ വേണ്ടേ ജീവിക്കാനായിട്ട്. വീട്ടിൽ പിന്നെ പോയിട്ടില്ലല്ലേ, അല്ല ഇതുവരെ അവരോട് പറഞ്ഞു വർക്ക് ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു എറണാകുളത്തേനെ വന്നിട്ട്. അപ്പൊ ഒന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ആക്ച്വലി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആ സമയത്ത് അല്ലേ? വളരെയധികം. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു ഫാമിലി പോലെയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെലവുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാ ഇപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ തലയിൽ വന്നപ്പോ എങ്ങനെയുണ്ട് ലൈഫ്? അടിപൊളി. അത് നമ്മുടെ പാർട്ട്ണറെ അനുസരിച്ചായിരിക്കും. നമ്മുടെ പാർട്ട്ണർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഓരോരുത്തർ ലൈഫും. ഇറ്റ്സ് വണ്ടർഫുൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഫോറും ആഫ്റ്ററും മാരേജിന്റെ മുൻപും പിൻപൊക്കെ സെയിം മോഡ് തന്നെയാണ്. പണിക്ക് പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. എന്താ ചെയ്യണേ ഇപ്പൊ? ഞാനിപ്പോ നമ്മുടെ വീടിന്റെ അവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് നമ്മള് പ്ലാനൊക്കെ വരയ്ക്കും വീടിന്റെ. നമ്മുടെ ITI ആണ് പഠിച്ചത്. +2 ഉണ്ട്, ITI പോയി 2 കൊല്ലം. സിവിലാണ് എടുത്തിരിക്കുന്നത്. അതിന് ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചു. അപ്പൊ അതിന്റെമായി ബന്ധപ്പെട്ട വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഒപ്പം. ഇവര് ചുമ്മാ അങ്ങോട്ട് കല്യാണം കഴിച്ചു പോയി തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു ആളുകളെ അല്ല. അത് ഇപ്പൊ ആളുകൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറിക്കോട്ടെ. ഓ ഗൈസ്, നമുക്ക് ആ വീഡിയോ ഇറങ്ങിയപ്പോഴേ ഒരുപാട് കമന്റ്സ് കിട്ടി. ഓ ഞാൻ കണ്ടിരുന്നു. ഞങ്ങള് സത്യമായിട്ടും ഗൈസ് ഞങ്ങള് വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഞങ്ങള് സീനാവും എന്നുള്ള. വീട്ടുകാർക്കൊക്കെ അത് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അങ്ങനെ വളർന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ കമന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വൈറലാവാം. എന്താ പറയാ, എന്റെ പഞ്ചായത്തിൽ എല്ലാവരും അതെന്താ അറിയോ, അത് ഭയങ്കര ഒരു പക്വത ഇല്ലാത്ത പോലത്തെ ഒരു സംസാരമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എനിക്കറിയില്ല അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോ ആ ഒരു രീതിയില് ഒരിച്ചിരി ഒരു പക്വത ഇല്ലായ്മ തോന്നി. അപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോ ഓരോ റീലൊക്കെ കാണത്തില്ലേ, ഇപ്പൊ മറ്റേ കല്ലുമലക്ക അതിൽ കമ്മല അതിലെ കുഞ്ഞു പിള്ളേര് കല്യാണം കഴിക്കുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് അത് കണ്ടപ്പോ തോന്നിയത്. ഞാൻ ഈ നിമിഷ ആ വീഡിയോ കാണാൻ കുറച്ച് മുമ്പേ ഞാൻ കണ്ടിട്ടുള്ളത് ആ വീഡിയോ വൈറലായിട്ടുള്ള സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇവര് കല്യാണം കഴിക്കുവാണോ, കല്യാണം കഴിച്ചോ
അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ തോട്ടെ. അപ്പം അത് സ്വാഭാവികമായിട്ടും വരുവടാ, അങ്ങനെ ആളുകൾ ചിന്തിക്കും എന്തായാലും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാനുള്ള കാരണം. പക്ഷെ ഇവര് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു എന്താ പറയാ പോയിട്ടില്ല, താഴേക്ക് പോയിട്ടില്ല. നിങ്ങള് ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും സെറ്റ് ആക്കാൻ നോക്കിയല്ലോ, അത് വലിയ കാര്യമാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫും കാര്യങ്ങളും? ഇപ്പൊ അടിപൊളിയാണ്. വൈറലായല്ലോ. വൈറലായിപ്പോ എല്ലാവർക്കും ഒരു വല്ലാത്ത എൻ്റെ വീട്ടിലെ അവസ്ഥയിൽ ഇപ്പൊ ചേട്ടൻ മെമ്പറാണ്. അപ്പോൾ ആൾക്ക് ഒരുപാട് ആൾക്കാർ ആളുടെ കോണ്ടാക്റ്റിൽ ഇപ്പോൾ 1200 പേര് ആളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ട് ചേട്ടൻ്റെ. ആ സ്റ്റാറ്റസിലുള്ള ആൾക്ക് ലൈക്ക് കണ്ട ആൾക്കാരൊക്കെ ആൾക്ക് ഷെയർ ചെയ്ത് ആൾക്ക് ഇതേ അനിയൻ ഇത് എന്തെങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ലൈക്ക് ഇപ്പം അനിയനായാലും ചേട്ടനായാലും അപ്പം അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ആൾക്കാർ ചോദിക്കണം സംഭവം റയർ സാധനമല്ല. മീൻസ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത് നടന്നിട്ടുണ്ടാവാം, മേ ബി നടക്കുന്നുണ്ട്. പക്ഷെ അത് വീഡിയോ ഒക്കെ വരുമ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോൾ വീട്ടുകാരൊക്കെ ആലോചിച്ച് സംസാരിച്ച് ഇവളുടെ വീട്ടിലെ ആൾക്കാർ വിളിച്ച് സംസാരിച്ച് ശരി ദിവസം വരാം വീട്ടുകാർ സംസാരിക്കാം. അങ്ങനെ ഒരു 4 പേര് വന്നു, വീട്ടിൽ സംസാരിച്ചു, ഡേറ്റ് ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് മന്ത് തന്നെ പരിപാടി അവസാനിപ്പിക്കാം, മീൻസ് ആ പരിപാടി നടത്താം. തീർച്ചയായിട്ടും നല്ല കാര്യമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആണ്, മീൻസ് പ്രിപ്പയർഡ് ഓൾറെഡി ആണ്. മെന്റലി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോ നീ എന്തായിരുന്നു ഫസ്റ്റ് മനസ്സിലാലോചിച്ച എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ആക്കണം? എനിക്ക് പൊകയായിരുന്നു സംഭവം. ഞാൻ കല്യാണം കഴിക്കാനായിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലാണ് വീട്ടുകാരെ കൂടെ. ഇപ്പൊ എനിക്ക് 26. അപ്പൊ വീട്ടുകാര് സംസാരിച്ച് ഇങ്ങനെ ഓക്കെ അടിച്ച് ഓക്കെ നടത്താം, ഈ പെട്ടെന്ന് തന്നെ നടത്താന്നുള്ള. നെക്സ്റ്റ് മന്തില് ഒക്ടോബർ കൊന്തമാസമാണ്. അപ്പൊ കൊന്തമാസത്തിൽ തന്നെ നമുക്ക് നടത്താം, നല്ലൊരു സമയം കൂടിയാണെന്നുള്ള രീതിയിൽ മാതാവിന്റെ ഒരു വീട്ടുകാര് ദൈവവിശ്വാസികളാണ് അവര്, നല്ല അടിപൊളി. അപ്പൊ കൊന്തമാസം നടത്താന്നുള്ള രീതിയിൽ അപ്പൊ ശരി ഒക്ടോബർ 29 നടത്താന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ 14 എൻഗേജ്മെന്റും ഒക്ടോബർ 29 കല്യാണം. കുറച്ച് പേര് വിളിച്ചല്ലോ, വളരെ കുറച്ച് പേരെ. എല്ലാരും വിളിക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളെന്ന് വിളിക്കാത്തത്. എന്റെ വാട്സാപ്പിൽ 800 മെസ്സേജ് വന്നേക്കാം, 800 മെസ്സേജ് വന്നേക്കാം. എടാ എന്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴേ ഫോട്ടോ ഇട്ട് സ്റ്റാറ്റസ് 800 മെസ്സേജ് വന്നേക്കാം എനിക്ക്. എടാ എന്താ വിളിക്കണ്ട. ഇപ്പൊ ശരിക്കും മാരേജ് കഴിഞ്ഞില്ലേ? ഓക്കെ. ശരിക്കും പറഞ്ഞാലേ മാരേജ് ഡേറ്റും എൻഗേജ്മെന്റ് ഡേറ്റും പെണ്ണുങ്ങൾക്കാണ് ഓർമ്മയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണുങ്ങൾ ഇത് മറന്നു പോവോ? എന്താ നിന്റെ അഭിപ്രായം? അതെന്താ നവംബറിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഇന്ന് ഞാൻ മിക്കവാറും ഇവിടെ തല്ലുപിടിപ്പിക്കും. ഒക്ടോബർ ഇല്ല, ഞാൻ പറയട്ടെ, അത് ചിലപ്പോഴേക്ക് വരില്ല ഗൈസ് കേട്ടോ. അതെ, മഴയുള്ളപ്പോഴും മഴയില്ല. വീട്ടുകാരെന്താ പറഞ്ഞേ? അത് വീട്ടുകാർ ഇപ്പൊ എന്താ പറയുക? ഇപ്പൊ വന്നത് ഇവളുടെ വീട്ടിൽ നിന്നല്ലേ? അപ്പൊ കുഴപ്പമൊന്നുമില്ല, സിങ്കായി എല്ലാരും അടിപൊളിയായി. വീട്ടിലോ? നിന്റെ വീട്ടിലോ? എന്റെ വീട്ടിലും ഇപ്പൊ ഓക്കെയാണ്. അതായത് അവര് വീട് ഇറങ്ങിയപ്പോ കല്യാണം കഴിക്കാൻ തന്നെയുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് പറഞ്ഞത്. കല്യാണം കഴിക്കുക പെട്ടെന്ന് തന്നെ കഴിക്കുക എന്നുള്ള രീതിയിൽ. കാരണം ഒരു അറിയാതാണെങ്കിലും ഒരു നാണക്കേട് എന്നുള്ള രീതിയിലേക്ക് മാറി സീനുകളൊക്കെ, എല്ലാ സീനും മാറി. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വിമർശിച്ചും പരാമർശിച്ചും അനുകൂലിച്ചൊക്കെ പറഞ്ഞു. ശരി കഴിക്കാന്നുള്ള രീതിയിൽ ഹാപ്പിയാണ്. ഇപ്പോൾ സ്റ്റിൽ ഹാപ്പിയാണ്. നിങ്ങൾ എന്തിനാ വഴക്ക് കൂടാറ്? അതായത് ഏട്ടായി കെയറിംഗ് ആണോ? അതാണോ ചോദിക്കുന്നത്? ഏട്ടായി കെയറിംഗ് ആണോ? എന്തൊക്കെയാ കെയർ ചെയ്ത് സംസാരിക്കാറ്? പറ. എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോഴാളും ആളെല്ലാത്തിനും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഡ്രസ്സ് കഴുകാനായാലും കുക്കിങ്ങിനായാലും അങ്ങനെ എല്ലാത്തിനും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഭയങ്കര സപ്പോർട്ടും ഭയങ്കര കെയറിംഗ് ആണ്. ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിലൊക്കെ നിന്റെ ആശ്നയുടെ വീട്ടിലൊക്കെ നല്ല കമ്പനിയും കാര്യങ്ങളാണ്? വീട്ടിലേക്ക് അപ്പനൊക്കെ ഭയങ്കര കാര്യമാണ്. എപ്പോഴും വരും വീട്ടില്. ഇവൻ അപ്പോഴത്തേക്കും ഭയങ്കര സിങ്കാണ് ഇവര്. അപ്പനായാലും ചേട്ടനായാലും ചേച്ചിമാരോടായാലും. കല്യാണത്തിന് മുമ്പ് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. നിങ്ങൾ എന്തിനാ ശരിക്കും വഴക്കൊക്കെ കൂടാറെന്തിനാ? എപ്പോഴും വഴക്ക, തൊട്ടേനും പിടിച്ചതിനും വഴക്കാണോ? എന്തിനാ വഴക്ക് കൂടാറ്? എപ്പോഴും ഞങ്ങള് പറയും നീ എന്തിനാ ഒച്ച ഉണ്ടാക്കണേന്ന്. ആരുടെ വീട്ടിലാ നിക്കുന്നേ? ഇവന്റെ വീട്ടില്. അപ്പ അമ്മക്ക് ഇത് കണ്ടിട്ട് പേടിയാവും ഞങ്ങളുടെ ഒച്ച കണ്ടിട്ട്. അപ്പൊ തന്നെ ഒച്ച ഉണ്ടാക്കും, അപ്പൊ തന്നെ സ്നേഹത്തിലാവും. എപ്പോഴും വഴക്കുണ്ടാക്കും, അതപ്പൊ തന്നെ കൂടും.
അറിയാലോ. എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ദേഷ്യമാണ് അവരടുത്ത്. മീൻസ് നമ്മള് അങ്ങനെ ചെന്നപ്പോൾ ദേഷ്യം വന്നു. പിന്നെ നമ്മൾ അത് നോട്ടീസ് ചെയ്ത് തുടങ്ങി. മീൻസ് വേറെ വീഡിയോസ് കാണുമ്പോഴേ ഇതുപോലെ തന്നെ അവരുടെ അടുത്തും കമന്റ്സ് ഇടുന്നുണ്ട്. അപ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്നോട് പറ്റില്ല. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് എന്തായാലും ഇടും, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ നിലപാടായിരിക്കും മേ ബി പറയുണ്ടാവുക. നമുക്ക് നമ്മുടെ നിലപാടിലാണ് നിന്ന് കൊടുത്താലും ഓക്കെയാണ്. നമുക്ക് നമ്മുടെ ലൈലുണ്ടല്ലോ, നമ്മുടെ ലൈഫ് 10, 60, 70, മേ ബി 80 വന്നേക്കാം. നമ്മളാണ് ഡിസൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ കളർഫുൾ ആവും. അപ്പോൾ അവർ പറയുന്നത് ലൈക്ക് വടവർ നമുക്ക് തോന്നാത്ത ഒരു കാര്യം നല്ലതാണെങ്കിൽ എടുക്കാം. ഒരു വേറെ നമുക്ക് മോശപ്പെട്ട രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് യെസ് നമ്മുടെ ലൈനിൽ ജീവിക്കുക, ഹാപ്പി ആയിരിക്കാം മൊത്തത്തിൽ അല്ലേ? ഓൾവേസ്. അതെ. അപ്പോൾ ഇനിയും ഹാപ്പി ആയിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. അയ്യോ പയ്യെ പിടിക്കണം, ഇത് കൈ ഇത്തിരി പണിയാ. ഓക്കെ, വേഗം മാറട്ടെ കേട്ടോ. അപ്പോൾ താങ്ക് യു.